പണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഡോഗിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ കൂട്ടിൽ കിടക്കുക, കുരയ്ക്കുക. അതാണ് ഒരു ഡോഗിന് അത്രയേ ഉള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഈ പുറത്തെ കൂട്ടിൽ നിന്ന് വീടിൻ്റെ അകത്തേക്ക് മാറി. അതായത് അത് വീടിൻ്റെ അകത്തേക്ക് മാത്രമല്ല, ആൾക്കാരുടെയൊക്കെ മനസ്സിൻ്റെ അകത്തോട്ട് മാറി. ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പെറ്റ്സ്, നമ്മുടെ എന്ത് പെറ്റ്സും ആയിക്കോട്ടെ, അതെല്ലാം ഒരു ഫാമിലി മെമ്പർ എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നു. ഇപ്പോൾ കൊച്ചിയിലൊക്കെ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഈ പെറ്റ് ലവേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ കൊച്ചിയിലൊക്കെ ഈ പറഞ്ഞ പോലെ ഉണ്ടായി വന്നു. പലയിടത്തും ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഡോഗ്സിനെയും ക്യാറ്റ്സിനെയൊക്കെ എടുത്തുകൊണ്ട് പുറത്ത് പോകണം, ഒരുമിച്ചിരിക്കണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു ഡോഗിനെ വാങ്ങിച്ച് ഒരു പപ്പീനെ പല ആളുകളും നമ്മൾ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഷോപ്പിൽ വന്ന് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം കേരളത്തിൻ്റെ ഒരു പെറ്റ്സിൻ്റെ അഡോപ്ഷൻ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും 2018-19 കഴിഞ്ഞതിന് ശേഷമാണ് പെറ്റ്സിൻ്റെ നമ്പറിൽ ഇത്രയും ഇൻക്രീസ് വന്നിരിക്കുന്നത്. കാരണം ആ കോവിഡ് ടൈമിൽ ഒത്തിരി ആൾക്കാർ പെറ്റ്സിനെ അഡോപ്റ്റ് ചെയ്തിരുന്നു. ഇതൊരു പ്രൈമറി തിങ് ആയിരുന്നു ആ സമയത്ത്. എപ്പോഴും ഹോബീസ് സെക്കൻഡറി ആയിരിക്കും. പക്ഷേ ആ 2019 ശേഷം ഇതൊരു പ്രൈമറി എന്നുള്ള രീതിയിലോട്ട് മാറി. പെറ്റ് ലവേഴ്സിൻ്റെ, ജെന്യുവൻ ആയിട്ടുള്ള പെറ്റ് ലവേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോസം പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ഹായ്, ഇന്ന് നമ്മളുള്ളത് റൂംസ് ആൻഡ് റാക്സിലാണ്. ആൻഡ് വി ഹാവ് വിത്ത് us the co-founder of റൂംസ് ആൻഡ് റാക്സ്, തരുൺ. ഹായ് തരുൺ. ആക്ച്വലി ഈ റൂംസ് ആൻഡ് റാക്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള അതിന്റെ ലോഗോയും പേരും ഒക്കെ വളരെ ഫെമിലിയർ ആണ്. പെറ്റ്സ് ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം റൂംസ് ആൻഡ് റാക്സിനെ പറ്റിയിട്ട്. എങ്ങനെയാണ് ഈ ഒരു ഐഡിയ റൂംസ് ആൻഡ് റാക്സ് നമുക്ക് തുടങ്ങാം എന്നൊരു ഐഡിയ വന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റോറി എങ്ങനെയായിരുന്നു? അതായത് ഏത് ബിസിനസിന്റെ ഒരു ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും ഏത് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ റൂംസ് ആൻഡ് റാക്സിൻ്റെ പാർട്ട്നേഴ്സിനെ നോക്കുവാണെങ്കിൽ എല്ലാവരും പെറ്റ്സ് ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ പണ്ട് മുതൽ പെറ്റ്സ് നമ്മുടെ എല്ലാം കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നൊക്കെ ഫേസ് ചെയ്തിരുന്ന ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. നമുക്ക് ഒരു ഓപ്ഷൻസ് കിട്ടുന്നില്ല. അതായത് ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അന്നുണ്ടായിരുന്ന 1-2 ബ്രാൻഡുകൾ. ഇപ്പോൾ 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നോക്കുവാണെങ്കിൽ നമുക്ക് പെഡിഗ്രി അല്ലെങ്കിൽ ട്രൂൾസ്, അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ്സ് മാത്രമേ നമുക്ക് കൊച്ചിയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഡിഫിക്കൽറ്റിയാണ് ഇപ്പോൾ ഒരു ഡോഗിന്, നമ്മുടെ ഒരു പെറ്റിന് ഒരു അലർജിക് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഒരു ഹൈപ്പോഅലർജിക് ആയിട്ടുള്ള ഒരു ഫുഡ് കൊടുക്കണം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അന്നുണ്ടായിരുന്നില്ല. അതുപോലെ നമ്പർ ഓഫ് പ്രോബ്ലംസ് അന്നുണ്ടായിരുന്നു. അതിനുള്ള ഒരു സൊല്യൂഷൻസ് നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പം നമ്മൾ തന്നെ ആലോചിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ നമുക്ക് തന്നെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് നമ്മൾ ഈ റൂംസ് ആൻഡ് റാക്സ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലോട്ട് വന്നത്. അപ്പോൾ അന്നൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ഗ്രൂമിങ് പാർലർ എന്ന് പറയുന്നതൊക്കെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിവിടെ ഒന്നും അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അപ്പം നമ്മളെല്ലാം കൂടെ കൊണ്ടുവന്നത്, അതായത് പ്രൊഡക്റ്റ് ഇത് നോക്കുവാണെങ്കിൽ എല്ലാ രീതിയിലുള്ള പ്രൊഡക്ട്സും അതുപോലെ തന്നെ പിന്നെ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തതാണ് ഈ റൂംസ് ആൻഡ് റാക്സ്. 2018 ഒക്ടോബറിലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം അത് നമ്മൾ പാലാരിവട്ടത്താണ് ഫസ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു സക്സസ് ആയിരുന്നു. കൊച്ചിയിലെ പെറ്റ് പേരൻസ് നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ടാണ് ആ സമയത്ത് തന്നത്. ആ സമയത്ത് ഈ സമയത്തും എപ്പോഴും. പക്ഷേ അത് നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് നമ്മളൊരു ചെറിയ ഷോപ്പ് എന്നുള്ള രീതിക്ക് തുടങ്ങിയിട്ട് നമ്മളതൊരു ബ്രാൻഡിലേക്ക് ഈ പറഞ്ഞ ഒരു 5 വർഷം കൊണ്ട് നമ്മൾ റൂംസ് ആൻഡ് റാക്സിനെ ഒരു ഷോപ്പ് എന്നുള്ള ഒരു പെറ്റ് ഷോപ്പ് എന്നുള്ള രീതിയിൽ നിന്ന് ഒരു പെറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരു മേജർ ലീഡിംഗ് ബ്രാൻഡ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ വളർത്തിയത്. ഇപ്പോൾ എത്ര ഔട്ട്ലെറ്റ്സ് ഉണ്ട് ആക്ച്വലി? ഇപ്പോൾ നമുക്ക് 12 ഔട്ട്ലെറ്റ്സ് ആണ് ഉള്ളത്. 11 നമ്മുടെ കേരളത്തിലും, അതുപോലെ തന്നെ ഒരെണ്ണം ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ബാംഗ്ലൂർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ 2018 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആക്ച്വലി അപ്പോൾ ഇങ്ങനൊരു ആക്ച്വലി ഒരു ബിസിനസ് അപ്പോൾ ഇല്ല. അപ്പോൾ ഇതിലേക്കുള്ള സ്റ്റാഫ്സിനെ ഒക്കെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുകയും അതേപോലെ ഇൻപുട്സ് എങ്ങനെയായിരുന്നു? ഇനീഷ്യലി നമ്മൾ തന്നെയായിരുന്നു സ്റ്റാഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്, അതായത് പെറ്റ്സിനെ വളർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആദ്യമേ ഒരു സ്റ്റോർ തുടങ്ങി, അതിലോട്ട് പയ്യെ നമ്മൾ ഓരോരോ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്ത് തുടങ്ങി. അവരെ നമ്മൾ പേഴ്സണലി ട്രെയിൻ ചെയ്തു. ഇനീഷ്യലായിട്ടുള്ള സ്റ്റാഫുകളെയൊക്കെ നമ്മൾ പേഴ്സണലി ട്രെയിൻ ചെയ്തു. ആദ്യത്തെ 1-2 സ്റ്റോഴ്സ് വരെ അങ്ങനെ പോയി. അത് കഴിയുമ്പോഴത്തേക്ക് എണ്ണം കൂടുമ്പോൾ നമുക്ക് അതിനൊരു ലിമിറ്റേഷൻ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ തന്നെ ബ്രാൻഡിന് കീഴിൽ നമ്മളൊരു ട്രെയിനിങ് ഡിവിഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ സെയിൽസിലും അല്ലെങ്കിൽ അക്കൗണ്ട്സിലും അതിലെല്ലാം ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിസോഴ്സസ് ഉണ്ട് ഇപ്പം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത് വരുമായിരുന്നു. പിന്നെ ഗ്രൂമേഴ്സിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സ്റ്റാഫിനെ നമുക്ക് ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റ് മാത്രം പഠിപ്പിച്ചാൽ മതി. സർവീസും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലും, റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലറാണ്. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഗ്രൂമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു സർട്ടിഫൈഡ് കോഴ്സ് എന്നുള്ള രീതിയിൽ ഗ്രൂമേഴ്സിനെല്ലാം
അതിൻ്റെ ഇതിൽ കൊണ്ടുവന്നത്. അതായത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ജെയിനെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കിൽ അക്കാദമി ഉണ്ട്. അവർ സർട്ടിഫൈ ചെയ്യുന്ന ഒരു കോഴ്സ് ചെയ്തിട്ട് അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഗ്രൂമേഴ്സാണ് റോംസ് ആൻഡ് റാക്സിൻ്റെ ഗ്രൂമേഴ്സ് എല്ലാം ഇപ്പം. അതായത് എല്ലാ കാര്യങ്ങളും ടെക്നിക്കലി ഉള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചതിന് ശേഷമാണ് അവരെ നമ്മുടെ ഗ്രൂമിംഗ് പാർലറിലോട്ട് എടുക്കുന്നത്. അതെ, ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ കംപ്ലീറ്റ്ലി സർട്ടിഫൈഡ് കോഴ്സ് ചെയ്തിരിക്കുന്ന ഗ്രൂമേഴ്സ് ഉള്ള ഒരു സ്ഥാപനം റോംസ് ആൻഡ് റാക്സ് മാത്രമേ ഉള്ളൂ. അതും ഒരു യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യുന്നതും റോംസ് ആൻഡ് റാക്സ് മാത്രമേ ഉള്ളൂ. മറ്റ് പെറ്റ് സ്റ്റോറുകളിൽ നിന്ന് കേരളത്തിന് വെളിയിലും കേരളത്തിനകത്തുമുള്ള പല പെറ്റ് സ്റ്റോറുകളിൽ നിന്ന് ഇപ്പോൾ ഗ്രൂമേഴ്സിനെ അവർ ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് എന്നിട്ട് അവരുടെ പാർലേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആ ഒരു രീതിയിലോട്ട് നമുക്ക് വളരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഒരു ഗ്രൂമിങ്ങിന്റെ രീതിയിൽ വരുമ്പോഴത്തേക്ക്. നമുക്ക് ആക്ച്വലി ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പട്ടികളെയൊക്കെ ആക്ച്വലി കെട്ടിയിട്ട് വളർത്തുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ഒരുപാട് ബ്രീഡ്സ് വന്നു തുടങ്ങി. പെറ്റ്സിനെ വളരെയധികം കെയർ ചെയ്യുന്ന പെറ്റ് പാരൻസ് വന്നു തുടങ്ങി. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിനൊരു സപ്പോർട്ട് ആസിന് കുറച്ച് ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റി വേണ്ടി വന്നില്ലേ? അപ്പോൾ എങ്ങനെയാണ്, ഹൗ ഡിഡ് യു ഫൈൻഡ് ദീസ് പീപ്പിൾ? അതായത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചേഞ്ചാണ്. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഡോഗിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഡോഗിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കൂട്ടിൽ കിടക്കുക, കുരയ്ക്കുക, അതാണ് ഒരു ഡോഗിന് അത്രേ ഉള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പം മാറിയിട്ട് ഈ പുറത്തെ കൂട്ടിൽ നിന്ന് വീടിന്റെ അകത്തേക്ക് മാറി. അതായത് അത് വീടിന്റെ അകത്തേക്ക് മാത്രമല്ല ആൾക്കാരുടെയൊക്കെ മനസ്സിന്റെ അകത്തോട്ട് മാറി. ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പെറ്റ്സ്, നമ്മുടെ എന്ത് പെറ്റ്സും ആയിക്കോട്ടെ, അതെല്ലാം ഒരു ഫാമിലി മെമ്പർ എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നു. അപ്പൊ അതിനനുസരിച്ച് തന്നെ ഒരു ഇപ്പൊ കൊച്ചിയിലൊക്കെ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഈ പെറ്റ് ലവേഴ്സിന്റെ ഒരു കൂട്ടായ്മ കൊച്ചിയിലൊക്കെ ഈ പറഞ്ഞ പോലെ ഉണ്ടായി വന്നു. പലയിടത്തും ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഡോഗ്സിനെയും ക്യാറ്റ്സിനെയൊക്കെ എടുത്തുകൊണ്ട് പുറത്ത് പോകണം, ഒരുമിച്ചിരിക്കണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ റീസെൻ്റ്ലി ഇപ്പം ഈ പറഞ്ഞ പോലെ ബ്ലോസം പാർട്ടി, അതുപോലെ തന്നെ നമ്മുടെ ഡോഗ് പാർക്ക് വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ ഒരു നേരത്തെ അതൊരു അൺഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതൊരു ഓർഗനൈസ്ഡ് എന്നുള്ള രീതിയിലോട്ട് ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി, പെറ്റ് ലവേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി മാറി വന്നിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി എന്തൊക്കെ പെറ്റ്സിനെയാണ് ഗ്രൂമിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആൻഡ് ഓൾസോ എന്തൊക്കെ സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഗ്രൂമിങ് ബേസിക്കലി വേണ്ടത്, റെഗുലറായിട്ട് ഗ്രൂമിങ് വേണ്ടത് ഡെഫിനറ്റ്ലി ഡോഗ്സിന് തന്നെയാണ്. പിന്നെ ഡോഗ്സ് കൂടാതെ ക്യാറ്റ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ ചില ഇപ്പം എന്താ പറയുക ഷുഗർ ഗ്ലൈഡേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ. അതല്ലെങ്കിൽ ബേർഡ്സ്, നെയിൽ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ബേർഡ്സ് വന്നിട്ടുണ്ട്. റാബിറ്റ്സ് ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും വരുന്നുണ്ട്. ബേസിക്കലി ഏറ്റവും കൂടുതൽ വരുന്നത് ഡോഗ്സ് തന്നെയാണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡോഗ്സ് വരാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഷാംപൂ വാഷിംഗ് ഉണ്ടാവും, അതിൻ്റെ കണ്ടീഷനിങ് ഉണ്ടാവും, പിന്നെ ബ്ലോ ഡ്രൈയിങ്, ഇയർ ക്ലീനിങ്, നെയിൽ ക്ലിപ്പിംഗ്, ഹൈജീൻ കട്ട്, പിന്നെ ഫുൾ ഹെയർ കട്ട്. അത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. അത് ഹെയർ ബ്രീഡ് ആണെങ്കിൽ അതിന് ഡിഫറെൻറ്റ് സ്റ്റൈൽസിലുള്ള ഹെയർ കട്ട് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ അതെ. ചെറിയ ചെറിയ ബ്രീഡ്സ്, അതായത് ഷിറ്റ്സു പോലെയുള്ള ബ്രീഡ്സ് ഒക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ വരുമ്പോൾ ഇവർ പരിചയമില്ലാത്ത എൻവയോൺമെന്റ് വരുമ്പോൾ ആൻസൈറ്റി ഒക്കെ കാണിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറ്? അതിനാണ് നമ്മളിപ്പം എന്താ പറയുക, നമ്മുടെ ഗ്രൂമേഴ്സിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റോംസ് ആൻഡ് റാക്സിൽ ഇപ്പോൾ ഒരു ഡോഗിനെ വാങ്ങിച്ച് ഒരു പപ്പീനെ പല ആളുകളും നമ്മൾ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഷോപ്പിൽ വന്ന് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ഗ്രൂമിങ് കസ്റ്റമേഴ്സിൽ നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 90% നമ്മുടെ ഈ പപ്പി ആയിരുന്നപ്പോൾ മുതൽ നമ്മുടെ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വീട് പോലെ തന്നെ ഒരു കംഫർട്ടബിൾ സ്പേസ് ആണ് നമ്മുടെ ഗ്രൂമിംഗ് പാർലേഴ്സും നമ്മുടെ ഗ്രൂമേഴ്സും ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോഴും എനിക്ക് ഇന്ന ഗ്രൂമർ ചെയ്യണം എന്നുള്ള നമ്മളിപ്പോൾ ഹെയർ കട്ടിനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇന്ന ആളെന്ന് പറയുന്ന പോലെ തന്നെ ഡോഗ്സിന്റെ കാര്യത്തിൽ അവർ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഗ്രൂമേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഡോഗ്സിന്റെ കാര്യത്തിൽ വരാറില്ല. പിന്നെ ഉള്ളത് ക്യാറ്റ്സിന്റെ കാര്യത്തിലാണ്. അവര് ഈ പറഞ്ഞ പോലെ ക്യാറ്റ്സ് ഒരു വേറെ രീതിയിലാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ ഇച്ചിരി അടിക്കാനൊക്കെ ഒരു സമയം എടുക്കും. അപ്പൊ അവർക്ക് മാത്രം ഈ പറഞ്ഞ പോലെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതില്ല, വീട്ടിൽ തന്നെ നമ്മളെ മാത്രം കണ്ടിട്ട് നിൽക്കുന്ന ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് അഗ്രസീവ് നേച്ചറിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. പിന്നെ കുട്ടികളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അതുപോലെ തന്നെ പെറ്റ്സിനോടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയാണ്. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. അവർ നമ്മുടെ രീതിക്കായി വരും. അതായത് നമ്മൾ അവരെ ഉപദ്രവിക്കാനല്ല, നമ്മൾ അവരെ എന്താ പറയുക ടേക്ക് കെയർ ചെയ്യാനാണ് നോക്കുന്നത് എന്നുള്ളൊരു ഫീൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ നമ്മളുമായിട്ട് അങ്ങോട്ട് ഓക്കെ വന്നോളൂ, കുഴപ്പങ്ങളുണ്ടാവാറില്ല.
ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഒരുപാട് എക്സോട്ടിക് ബ്രീഡ്സ് ഉള്ള പെറ്റ് പാരന്റ്സ് ഉണ്ട്. അതെ. അപ്പൊ അങ്ങനെയുള്ള യൂസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അത്ര കണ്ടു പരിചയമില്ലാത്ത ഡോഗ് ബ്രീഡ്സ് വരുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ആ സിറ്റുവേഷൻസ്? ഡോഗ് ബ്രീഡ്സ് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇപ്പം നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഹെഡ് നോക്കുവാണെങ്കിലോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ണർ പുള്ളി ഒരു എക്സ്പേർട്ടാണ് ഗ്രൂമിങ്ങിൽ. അപ്പോൾ അവരൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പം ഇവിടെ ആ ഡോഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ എല്ലാ ബ്രീഡിനെയും ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ട്രെയിൻഡ് ആണ്. അപ്പം ഇനി ഒരു റെയർ കേസിൽ ഒരു ബ്രീഡ് ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരു ബ്രീഡ് വന്നെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാഫെങ്കിലും കാണും, അതിനെയും ഗ്രൂം ചെയ്യാൻ അറിയാവുന്ന ഒരാളെങ്കിലും നമ്മുടെ അടുത്ത് കാണും. പിന്നെ എന്താ പറയുന്നത്, ഡോഗ്സിന്റെ ആറ്റിറ്റ്യൂഡ് വൈസ് ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ഒക്കെ തന്നെ ആയിരിക്കും. ഓൾസോ ഈ നമ്മുടെ പെറ്റ്സിന്റെ സേഫ്റ്റി പോലെ തന്നെയാണ് നമ്മുടെ സ്റ്റാഫിന്റെ സേഫ്റ്റി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ വാക്സിനേഷൻസ് ഒക്കെ കഴിഞ്ഞതാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടാണോ നിങ്ങൾ ടേക്കൻ ചെയ്യാറുള്ളത്? അതെ അതെ, നമ്മൾ അതിനെടുക്കുന്ന ഒരു പ്രിക്കോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് എല്ലാം ഒരു വാക്സിനേറ്റഡ് ആണ്. അതായത് ഒരു പ്രിക്കോഷണറി വാക്സിൻ നമ്മൾ സ്റ്റാഫിനെല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഡോഗ്സിന്റെ ആണെങ്കിലും ഇപ്പം പഴയ പോലെ അല്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും വീട്ടിൽ കുട്ടികളും അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിൽ ആണ് ഡോഗ്സും ക്യാറ്റ്സും എല്ലാം ജീവിക്കുന്നത്. അപ്പം ഫസ്റ്റ് വീട്ടിൽ തന്നെ ഒരു സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാ കസ്റ്റമേഴ്സും തന്നെ ഇവർക്കുള്ള ആൻറ്റി റാബീസ് വാക്സിനേഷൻസും കാര്യങ്ങളും എല്ലാം എടുത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്, നമുക്കൊരു ഗ്രൂമിങ്ങിന് ഒരാളെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ഡീറ്റെയിൽസ് എല്ലാ ഡോഗ്സിൻ്റെയും ക്യാറ്റ്സിൻ്റെയും നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു പോയിന്റാണ് ഇത് വാക്സിനേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. വാക്സിനേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ ആ വാക്സിൻ എടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു അഡീഷണൽ പ്രിക്കോഷൻ നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും സ്റ്റാഫിനെ അങ്ങനെ കടിക്കുന്ന കേസുകളൊക്കെ വളരെ വിരളമായിട്ട് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എന്താ പറയുക, ചെറുതായിട്ടൊക്കെ കടിച്ചെന്ന് വരും. അപ്പം അത് നമ്മൾ അതിനുള്ള വാക്സിനേഷൻ നമ്മൾ അന്നേരം തന്നെ നമ്മൾ ഹോസ്പിറ്റൽസിൽ ഭയങ്കര ബുദ്ധിമുട്ടി ഭയങ്കര കടിച്ച് വലിയ ഡേഞ്ചറസ് സിറ്റുവേഷൻസിലൊന്നും നമ്മളെ ഇതുവരെയും നമ്മുടെ ഗ്രൂമേഴ്സിന് ആരെയും ഒരു ഡോഗും ആക്കിയിട്ടില്ല. അപ്പം ചിലപ്പോൾ ചെറുതായിട്ട് കൈയുടെ അറ്റത്തൊന്നും കടിച്ചു, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് കഴിയുമ്പോൾ ചെയ്യാറുണ്ട്. നമ്മളിവിടെ ആക്ച്വലി ഒരു പെറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രൊസീജിയർ എങ്ങനെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതും അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? ഉണ്ട്, നമ്മുടെ ഗൂഗിളിൽ ലിസ്റ്റഡ് ആണ് എല്ലാ ഷോപ്പുകളും. അപ്പം ഗൂഗിളിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ മുൻകൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പോയിൻമെൻറ്റ് നമ്മൾ കൊടുക്കും. അപ്പോൾ അപ്പോയിൻമെൻറ്റിൽ നമുക്ക് തന്നെ ഇന്റേണലി ഉള്ള ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എൻ്റർ ചെയ്യും ഡോഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, പിന്നെ ഏത് ഗ്രൂമറിനെയാണ്, ഏതാണ് ടൈം സ്ലോട്ട്. അപ്പോൾ അങ്ങനെ അത് പ്രീ ബുക്ക്ഡ് ആയിരിക്കും മിക്കവാറും കേസസിൽ. പിന്നെ വാക്കിനായിട്ടും വരാറുണ്ട്, അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് വാക്കിനായിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പം എക്സിസ്റ്റിംഗ് ആയിട്ട് ഗ്രൂമിങ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചെറിയൊരു വെയിറ്റിംഗ് ടൈം ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ആക്ച്വലി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പെറ്റ്സ് ഒക്കെ വരുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെ എങ്ങനെയാണ് ഈ ടൈം, കാരണം അവർക്ക് ഈ പെറ്റ്സിനാണെങ്കിലും ക്ഷമയുടെ ഇഷ്യൂസ് ഒക്കെ കാണും, ഇത്രയും നേരം ഗ്രൂമിങ് സെഷൻ ഫുള്ള് നിൽക്കാനുള്ള പാട് കാണും, അങ്ങനെയുള്ള സിറ്റുവേഷൻസോ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രൂമേഴ്സ് എല്ലാവരും അതിനും വേണ്ടിയിട്ട് ട്രെയിൻഡ് ആണ്, എന്തിനും വേണ്ടിയിട്ട് ട്രെയിൻഡ് ആണ് നമ്മുടെ ഗ്രൂമേഴ്സ് എല്ലാവരും. അപ്പം അവരതിനെ ഈസിലി ടാക്കിൾ ചെയ്ത് എടുക്കും. അത് പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ആവറേജ് ഏജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 ഇയേഴ്സിന് താഴോട്ടുള്ള ഡോഗ്സ് ആണ് നമ്മുടെ ഒരു 95% അല്ലെങ്കിൽ അതിന് മേളിലോട്ട് വരുന്നത് 5 ഇയേഴ്സിന് താഴോട്ടുള്ള ഡോഗ്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം കേരളത്തിൻ്റെ ഒരു പെറ്റ്സിൻ്റെ അഡോപ്ഷൻ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും 2018-19 കഴിഞ്ഞതിന് ശേഷമാണ് പെറ്റ്സിൻ്റെ നമ്പറിൽ ഇത്രയും ഇൻക്രീസ് വന്നിരിക്കുന്നത്. കാരണം ആ കോവിഡ് ടൈമിൽ ഒത്തിരി ആൾക്കാർ പെറ്റ്സിനെ അഡോപ്റ്റ് ചെയ്തിരുന്നു. ഇതൊരു പ്രൈമറി തിങ് ആയിരുന്നു ആ സമയത്ത്. എപ്പോഴും ഹോബീസ് സെക്കൻഡറി ആയിരിക്കും, പക്ഷേ ആ 2019 ശേഷം ഇതൊരു പ്രൈമറി എന്നുള്ള രീതിയിലോട്ട് മാറി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ഡോഗ്സിൻ്റെ ഏജ് ഈ പറഞ്ഞ 2019 ശേഷം ജനിച്ച ആൾക്കാരായിരിക്കും കൂടുതലും വരുന്നത്. ഇപ്പോൾ ആക്ച്വലി നമുക്ക് 24th and 25th പോസം പാർട്ടി ഹാപ്പൻ ചെയ്യാൻ റോംസൺ റാക്സ് അതിന്റെ ഒരു പാർട്ടാണ്. എന്താണ് പോസം പാർട്ടിയെ പറ്റി പറയാനുള്ളത്? പോസം പാർട്ടി ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി, പെറ്റ് ലവേഴ്സിന്റെ ജെന്യുവൻ ആയിട്ടുള്ള പെറ്റ് ലവേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോസം പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ പെറ്റ്സിന്റെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. പെറ്റ്സിൻ്റെതും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് രണ്ടിനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു സ്പേസാണ് പോസം പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ല, ഒരു പെറ്റ്സിനെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ലിമിറ്റേഷൻ ഇല്ല പോസം പാർട്ടിയിൽ. അതായത് ആർക്കും പെറ്റ്സിനെയും കൊണ്ട് വരാം, എന്ത് വേണേൽ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഇതാണ്. നമ്മൾ വേറൊരിടത്ത് ഒരു വാക്ക് വേയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇത് അടുത്തുള്ളത് പെറ്റ് ലവേഴ്സ് ആണോ, അവർക്ക് പെറ്റ്സ് പ്രശ്നമുണ്ടോ, പേടിയുണ്ടോ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ്സിനും അല്ലെങ്കിൽ ഇത് പെറ്റ് പേരൻസിനും ഒക്കെ ഒരു ഭയങ്കര ഒരു ഫ്രീഡം നൽകുന്ന ഒരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പോസം പാർട്ടി എന്ന് പറയുന്നത്.
ആക്ച്വലി ഈ റോംസ് ആൻഡ് റാക്സ് എന്നുള്ള ഒരു പേര് അതൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എന്താണ് റോംസ് ആൻഡ് റാക്സ് എന്നുള്ള പേര്? ഇപ്പോൾ റോംസ് ആൻഡ് റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആദ്യത്തെ 2 പാർട്ട്നേഴ്സിന്റെ പേരിന്റെ അക്ഷരങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പേരാണ്. അതെ. റോണി മാത്യു അതിന്റെ റോംസും രാധാകൃഷ്ണൻ എന്നുള്ളതിന്റെ റാക്സും. അതാണ് റോംസ് ആൻഡ് റാക്സ് എന്ന് പറയുന്നതുകൊണ്ട് മെയിൻ റോംസ് ചെയ്യുന്നത്. ആൻഡ് റാക്സ് എന്നുള്ളത് അതെ, അതാണ് നമുക്കൊരു അതിന്റെ meaning. ഇന്റർനാഷണൽ ഫീല് നമ്മുടെ Touch പേരിൽ കൊടുക്കാൻ. കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അതെ അല്ലേ. ആ. ഒരു ആസ് എ പെറ്റ് ലവർ ഈ പോസം പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ റോംസ് ആൻഡ് റാക്സ് പോലത്തെ ഇനിഷ്യേറ്റീവ്സ് ആയിക്കോട്ടെ, ഇറ്റ് മേക്സ് മീ സോ ഹാപ്പി. എന്തായാലും ഇത്രയും ഇൻഫർമേഷൻ ഞങ്ങളോട് പാസ് ചെയ്തത് താങ്ക് യു സോ മച്ച്. താങ്ക് യു Thank you സോ മച്ച്.